അതിപ്രധാനപ്പെട്ട മുഹറം 9, 10 നോമ്പുകൾ ഇതാ നമ്മളിലേക്ക് തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. മുഹറം 9-നും 10-നും നോമ്പെടുക്കാൻ കരുതിയിട്ടുള്ള ഓരോ ഉമ്മമാരും ഉപ്പമാരും, നോമ്പ് പിടിക്കുന്ന ഓരോ ആളുകളും വളരെ ഗൗരവത്തോടുകൂടി അറിയേണ്ട 7 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയാണ്. മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഇനി വരുന്ന ദിവസങ്ങൾ, ഈ ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ ഒരു ദിക്ർ പറഞ്ഞാൽ, ഒരു ദിക്ർ പറഞ്ഞു തരാം, ആ ദിക്ർ പറഞ്ഞു കഴിഞ്ഞാൽ മല പോലോത്ത പ്രയാസങ്ങൾ, എന്ത് വലിയ പ്രതിസന്ധികളും, എത്ര വലിയ കടങ്ങളും, എത്ര വലിയ ടെൻഷനുകളും, എത്ര വലിയ പാപങ്ങളും, എത്ര വലിയ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു തആല എല്ലാ പ്രതിസന്ധികളും മാറ്റിത്തരും. ഏതാണ് ആ ദിക്ർ? ആ ദിക്റിൻ്റെ അർത്ഥം എന്താണ്? ആ ദിക്ർ എത്ര പ്രാവശ്യം ചൊല്ലണം? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങൾ 9, 10, 11, ബാക്കി ഏതെല്ലാം ദിവസങ്ങളുണ്ടോ എല്ലാ ദിവസങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങളാണ്, പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണണേ. ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ, സലാമത്തിൻ്റെ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നല്ല ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിരവധി ആളുകൾ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെയും അവരുടെയും, ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു അവരുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അല്ലാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. പരിപാവനമായ ഈ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിനരാത്രങ്ങളിലൂടെ നമ്മൾ പോവുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ദുആഇനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ചെയ്യുന്ന അമലുകൾ അല്ലാഹു തആല പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബുധനാഴ്ച പകൽ എന്താണ്? നമുക്ക് മുഹറം 10-ൻ്റെ ആശുറാഇൻ്റെ നോമ്പാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഹറം 9, 10 അതിപ്രധാനപ്പെട്ട ദിനങ്ങൾ. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? മുഹറം മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ച് മുഹറം 9-നും 10-നും 11-നും നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്, ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായി ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുഹറം 9, 10 അതിപ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്നും ഒരു സഹോദരൻ ചോദിച്ചു, ഉസ്താദെ മുഹറം ഈ 9, 10 ഈ മുഹറം 9-നും 10-നും അല്ലെങ്കിൽ മുഹറം 1 മുതൽ 10 വരെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നല്ലതെന്ന് പറഞ്ഞാൽ ഈ കല്യാണം അതുപോലെ പെരതാമസം ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണ്? ഈ മുഹറം 10-ന് കർബല ഉണ്ടായതുകൊണ്ടാണോ? കർബല, മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ വഫാത്തായതുകൊണ്ടാണോ നമുക്ക് ഈ നല്ല കാര്യങ്ങളൊന്നും പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല? അതായത് വിവാഹം, കല്യാണം, അതുപോലെ പുതിയ പെരതാമസം, പുതിയ വാഹനമെടുക്കൽ, അതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് ആ കാരണം കൊണ്ടാണോ എന്ന് ഒരാൾ ചോദിച്ചു. ഞാൻ പറയട്ടെ, മുഹറം 1 മുതൽ 10 വരെ എന്ത് നല്ല കാര്യവും നമുക്ക് ചെയ്യാം. നമുക്ക് കല്യാണം വെക്കാം, അതുപോലെ തന്നെ പെരതാമസം വെക്കാം, പുതിയ വീടെടുക്കാം, പുതിയ കടതാമസം ചെയ്യാം, പിന്നെ എന്താണ്, എന്ത് നല്ല കാര്യം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പണ്ടുള്ള ആളുകൾ മുഹറം 1 മുതൽ 10 വരെ ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയാനുള്ള കാരണവും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ എല്ലാവർക്കും നോമ്പായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കാരണവന്മാരൊക്കെ മുഹറം 1 മുതൽ 10 വരെ നിർബന്ധം പോലെ നോമ്പ് പിടിക്കുന്നവരായിരുന്നു. അപ്പോൾ ആ നോമ്പുകാരായിട്ട് അവർക്ക് ആ ഒരു സമയത്ത് ഇബാദത്ത് ചെയ്യേണ്ട സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ഇടപെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാവാം അന്നൊക്കെ അവർ അതുപോലുള്ള കല്യാണവും അതുപോലെ പെരതാമസവും ഒക്കെ വെക്കാതിരുന്നത്. എന്തുമാവട്ടെ, പിന്നെ ഈ കർബലയും നല്ല കാര്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. മുഹറം 10-ൻ്റെ എന്ന് ഈ എന്താണ് ലോകത്തുള്ള ഷിയാക്കൾ എന്താ മുഹറം 10-ൻ്റെ അന്ന് യാ ഹുസൈൻ യാ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞ് എന്താണ് കത്തിയും ബ്ലേഡും ഒക്കെ എടുത്ത് ശരീരം കീറിമുറിക്കുന്ന ഒരു പ്രവൃത്തിയൊക്കെ കാണുന്നുണ്ട്. അതൊന്നും ഇസ്ലാമികമല്ല, അതൊക്കെ തികച്ചും അനിസ്ലാമികമാണ്. അതൊന്നും യാതൊരു തെളിവുമില്ല, അതൊന്നും ചെയ്യാൻ പാടില്ല. ഒരുപക്ഷെ അത് ഹറാമായ ഗണത്തിലേക്ക് വരെ പെടും. കാരണം എന്താണ്? സ്വന്തം ശരീരത്തെ ക്ഷീണിപ്പിക്കലും സ്വന്തമായി ശരീരത്തെ വേദനിപ്പിക്കലുമാണ്. അത് പാടില്ലാത്തതാണ്, അത് ദീൻ നമുക്ക് അനുവദിക്കാത്തതാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. അപ്പം മുഹറം മാസം അതിപ്രധാനപ്പെട്ട നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന,
എന്ത് പുതിയ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളാണ്. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ പുതു കാര്യങ്ങളിലും അല്ലാഹു ബറക്കത്തും സലാമത്തും തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് മുഹറം 8 ഇനി 9-ാമത്തെ ദിവസം 10-ാമത്തെ ദിവസം 11-ാമത്തെ ദിവസമൊക്കെ വരികയാണ്. മുഹറം 9-നും 10-നും 11-നൊക്കെ നോമ്പെടുക്കുന്ന ആളുകളുണ്ടാകും. ഞാൻ പറയട്ടെ, മുഹറം 10-ന് മാത്രം നോമ്പെടുക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ ഉസ്താദെ? മുഹറം 9-നും 11-നൊന്നും ഞങ്ങൾ പിടിക്കുന്നില്ല, അതുകൊണ്ട് പ്രയാസമൊന്നുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലഇൻ ബഖീതു, ഞാൻ ഉണ്ടാകുമെങ്കിൽ, ഞാൻ അവശേഷിക്കുമെങ്കിൽ, ഞാൻ അടുത്ത വർഷം ഉണ്ടാകുമെങ്കിൽ ഞാൻ മുഹറം 9-നും നോമ്പ് പിടിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് മുഹറം 9-നും 10-നും 11-നും നോമ്പ് പിടിക്കൽ സുന്നത്താണ്. വരുന്ന നാളെ ചൊവ്വാഴ്ച, പിന്നെ ബുധൻ, വ്യാഴാഴ്ച 3 ദിവസം നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇനി 3 ദിവസം നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മുഹറം നമുക്ക് 9-നും 10-നും പിടിക്കാം. ഇനി 9-ന് പിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ 10-നും 11-നും പിടിക്കാം. ഇനി 11-നും പറ്റുന്നില്ല 9-നും പറ്റുന്നില്ലെങ്കിൽ മുഹറം 10-നെങ്കിലും നമ്മൾ നോമ്പ് പിടിക്കാൻ പ്രത്യേകം നല്ലതാണ്. നമ്മുടെ മക്കളെ കൊണ്ടും നമ്മൾ നോമ്പ് പിടിപ്പിക്കുക, ആ കാര്യം മറന്നു പോവണ്ട. മുഹറം 9-നും 10-നും 11-നൊക്കെ നോമ്പ് പിടിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കേണ്ട ഒരു 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരു 7 കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ഈ മുഹറം മാസത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും സ്വീകരിക്കട്ടെ. ഇനി ചെയ്യാനുള്ള നന്മകളും അല്ലാഹു തആല അതൊക്കെ നല്ല രൂപത്തിൽ ചെയ്യാനും അതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുന്ന ഗണത്തിലും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നോമ്പുകാരെ, ഇന്നും നോമ്പുള്ള ഉമ്മമാരുണ്ടാകാം കേട്ടോ, ഇന്നും നോമ്പ് പിടിക്കുന്നവരുണ്ടാകും. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയല്ലേ, അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയുടെ സുന്നത്തായ നോമ്പ് ഇന്ന് ളുഹറിന് മുമ്പാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നോമ്പ് പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റും. എന്ത്? തിങ്കളാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ മുഹറം മാസത്തിലെ ഒരു സുന്നത്തായ നോമ്പും അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നമുക്ക് 2 നിയ്യത്തും വെക്കാം. ഇന്ന് ളുഹറിന് മുമ്പ് വെച്ചാൽ ആ ഒരു നോമ്പിൻ്റെ കൂലി കിട്ടും. പിന്നെ ഇനി നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേന്ന്, അതായത് ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച, മുഹറം 9, 10, 11 ഈ ദിവസങ്ങളിൽ നമ്മൾ നോമ്പ് പിടിക്കുന്നവരാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പോഴേ കരുതുക, ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ദിവസവും ഞാൻ നോമ്പ് പിടിക്കും. ഞാൻ കുറഞ്ഞത് മുഹറം 9-നും 10-നെങ്കിലും നോമ്പ് പിടിക്കും. ഇപ്പോഴേ മനസ്സിൽ കരുതി വെക്കുക. മാത്രമല്ല നീയത്ത് നമ്മൾ രാത്രി തന്നെ വെക്കുക. ഇന്നിപ്പോൾ തിങ്കളാഴ്ച, ഇന്ന് മഗ്‌രിബോട് കൂടി മുഹറം 9-ന്റെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അപ്പോൾ മുഹറം 9-ന്റെ രാവിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ രാത്രി തന്നെ നമ്മൾ നീയത്തിൻ്റെ കാര്യം മറന്നു പോകരുത്. ഇന്നത്തെ രാത്രി നമ്മൾ നിയത്ത് വെക്കും. എന്താ നിയത്ത്? ഒന്നാമത്തെ നിയത്ത്, മുഹറം 9-ന്റെ താസുആഇന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു. ഇതാണ് ഒരു നിയത്ത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ രാത്രി നമ്മൾ വെക്കേണ്ട മറ്റൊരു നിയത്താണ്, കഴിഞ്ഞുപോയ റമദാനിൽ അല്ലെങ്കിൽ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർളായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു, ഖളായി പിടിച്ചു വീടുന്നു എന്ന ആ ഒരു നിയത്തും നമ്മൾ വെക്കുമ്പോൾ ഇന്നത്തെ രാത്രി തന്നെ വെക്കുക. ഇന്നത്തെ മഗ്‌രിബ് നമസ്കാരം ഒരു കാരണവശാലും ജമാഅത്ത് ഉപേക്ഷിക്കരുത്. പുരുഷന്മാർ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കുക. അതുപോലെ തന്നെ ആ നിസ്കാരം ഖളാ ആക്കരുത്. ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ മഗ്‌രിബ്, അതുപോലെ തന്നെ ഇന്നത്തെ ഇശാ, കാരണം ഇന്ന് ദുആക്ക് വളരെയധികം ഇജാബത്തുള്ളൊരു സമയമാണ്. ഇന്നത്തെ മഗ്‌രിബോട് കൂടി താസുആഇന്റെ മുഹറം 9-ന്റെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ഉണ്ടാകുമെങ്കിൽ ഞാൻ തീർച്ചയായും നോമ്പ് പിടിക്കുമെന്ന് നബി തങ്ങൾ വളരെ ആഗ്രഹത്തോടു കൂടി പറഞ്ഞ ഒരു നോമ്പാണ് മുഹറം 9-ന്റെ നോമ്പ്. അപ്പോൾ മുഹറം 9-ന്റെ രാവിലേക്ക് നമ്മൾ ഇന്നത്തെ മഗ്‌രിബോട് കൂടി പ്രവേശിക്കുകയാണ്. പ്രത്യേകം മഗ്‌രിബ് നമസ്കാരം, ഇന്നത്തെ ഇശാ, അതിന് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, ഇന്നത്തെ വിത്ർ നിസ്കാരം, പിന്നെ അത്താഴത്തിന് നമ്മൾ എഴുന്നേൽക്കുക, നമ്മൾ തഹജ്ജുദ് നിസ്കാരം മുടക്കണ്ട. അതുപോലെ തന്നെ നിയ്യത്തിൻ്റെ കാര്യം മറന്നു പോകരുത്. അത്താഴം കഴിക്കാൻ പ്രത്യേകം സുന്നത്താണ്. അത് എന്താണ്? അത്താഴം ഒരു ഈത്തപ്പഴമാണെങ്കിലും കുഴപ്പമില്ല, കഴിയുന്നത് പോലെ നമ്മൾ അത്താഴം കഴിക്കുക. അതിനുശേഷം പുരുഷന്മാരെ പള്ളിയിലേക്ക് പോവുക. ആ പള്ളിയിൽ ചെന്ന് സുന്നത്ത് നിസ്കരിച്ച് അവിടെ നിസ്കാരത്തെ കാത്തിരിക്കുക. ഉമ്മമാരും കൃത്യമായി തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നാളത്തെ പകൽ നമുക്ക് മുഹറം 9-ന്റെ നോമ്പാണ്. മറ്റന്നാൾ ബുധനാഴ്ച. അപ്പോൾ നാളത്തെ രാത്രി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബുധനാഴ്ചയിലെ ആഷുറാഇന്റെ നോമ്പിൻ്റെ നിയത്ത് നാളത്തെ രാത്രി തന്നെ നമ്മൾ വെക്കാൻ മറന്നു പോകരുത്. പിന്നെ നാളെ നോമ്പുകാരായിരിക്കും അല്ലേ? നമ്മളെല്ലാവരും നാളെ മുഹറം 9, പിന്നെ മറ്റന്നാൾ മുഹറം 10 ആ ദിവസങ്ങളിലൊക്കെ നോമ്പ് പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നോമ്പിൻ്റെ കാര്യമാണ്, നോമ്പിൻ്റെ നിയ്യത്തിൻ്റെ കാര്യം. അതുപോലെ തന്നെ നോമ്പ് തുറപ്പിക്കലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോമ്പ് തുറപ്പിക്കുന്ന കാര്യം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നോമ്പുമായി ബന്ധപ്പെട്ട്. 2, സ്വതക്കയുടെ കാര്യം. നാളെ മുഹറം 9 നാളത്തെ പകലിലോ അല്ലെങ്കിൽ ഇന്നത്തെ രാവിലോ എന്തെങ്കിലും ഒരു 100 രൂപയോ 10 രൂപയോ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുക. നമ്മുടെ ഉമ്മാക്കോ വാപ്പാക്കോ സ്വതക്ക കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് സ്വതക്ക കൊടുക്കാം, നമ്മുടെ മക്കൾക്ക് കൊടുക്കുക, നമ്മുടെ സഹോദരന്മാർക്ക്, നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ടാകും, അനാഥകളുണ്ട്, അഗതികളുണ്ട്, അവർക്ക് നമുക്ക് സ്വതക്ക കൊടുക്കാം.
അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ പേയുടെ കാലമാണല്ലോ. അപ്പോൾ നമ്മൾ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടാകും ഇന്ന ആളെ സഹായിക്കണമെന്നൊക്കെ. അപ്പോൾ അവരിലേക്ക് അർഹരാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. സ്വതക്കയുടെ കാര്യം മറന്നു പോകണ്ട. പിന്നെ മൂന്നാമത്തെ കാര്യം വിശുദ്ധമായ ഖുർആൻ. മരണപ്പെട്ടുപോയവരെ പ്രത്യേകം നമ്മൾ ഓർത്ത് അവർക്ക് വേണ്ടി യാസീൻ ഓതുക, സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ തന്നെ മുഅവ്വിദത്തൈനി, അതുപോലെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, അതുപോലെ സൂറത്ത് ഖുൽ ഹുവല്ലാഹു സൂറത്ത്, ആയത്തുൽ കുർസി, ആമന റസൂലു, അതുപോലെ തന്നെ ലൗ അൻസൽന സൂറത്തുൽ ഹശറിൻ്റെ അവസാനത്തെ ആയത്ത്, അതുപോലെ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നമുക്കറിയാവുന്ന സൂറത്തും അതുപോലെ ആയത്തുകളൊക്കെ ഓതി പ്രത്യേകം നമ്മൾ ദ്വാരക്കുക. നാലാമത്തെ കാര്യം എന്താണ്? ദിക്റുകൾ അധികരിപ്പിക്കുക എന്നതാണ്. ആ ദിക്റുകൾ ഒരുപാട് ദിക്റുണ്ടല്ലോ, ഒരുപാട് ദിക്റുകളുണ്ട്. ഇസ്തിഗ്ഫാർ ഉണ്ട് അല്ലെ? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, വെറുതെ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാലും മതി. അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറ, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അറിയാവുന്ന ഇസ്തിഗ്ഫാർ പറയുക. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം ദുആ അധികരിപ്പിക്കുക. ഒരുപാട് കണ്ട് ദുആരക്കുക. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതുപോലെ തന്നെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുക. പിന്നെയോ ആറാമത്തെ കാര്യം നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള പ്രത്യേക സന്ദർഭം നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഇന്ന് മഗ്‌രിബോടുകൂടി നമ്മൾ എന്തിലേക്ക്? മുഹറം 9 രാവിലേക്ക് പ്രവേശിക്കുന്നു. നാളെ പകൽ മുഹറം 9 പകലാണ്. അന്ന് നമുക്ക് നോമ്പാണ്. നോമ്പ് പറയുന്ന കാര്യങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാവിനെ സൂക്ഷിക്കുക, കണ്ണിനെ സൂക്ഷിക്കുക, ചെവിയെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ അധികരിപ്പിക്കുക. വിശുദ്ധമായ ഖുർആൻ ഓതുക, ദിക്റുകൾ പറയുക. അതോടൊപ്പം തന്നെ നോമ്പ് മുറിക്കുന്നതിന് നാളത്തെ അസറിന് ശേഷം മഗ്‌രിബിന് തൊട്ട് മുമ്പായിട്ടുള്ള സമയത്ത് നല്ലതുപോലെ ദുആരക്കുക. പിന്നെയോ നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള സുന്നത്തുകൾ, ആദാബുകൾ നമ്മൾ പാലിക്കുക. മറ്റുള്ള ഒരാൾ നോമ്പ് തുറപ്പിക്കുക. ഒരു കാരക്കയോ ഈത്തപ്പഴമോ ഒക്കെ എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുത്തിട്ട് അയാളെയും നോമ്പ് തുറപ്പിക്കുക. ഏഴാമത്തെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, ദിക്റുകൾ അധികരിപ്പിക്കുക. ഏതൊക്കെ ദിക്റാണ് ഉസ്താദ് ഞങ്ങൾ നാളെ പറയേണ്ടത്? ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെയായി നമുക്ക് പറയാൻ പറ്റിയ ഒരുപാട് അദ്കാറുകൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ പറഞ്ഞു, ലഖദ് ജാഅക്കും ഓതണമെന്ന്. അതോടൊപ്പം തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അത് നമുക്ക് പറയാം. പിന്നെയോ ഹസ്ബുന അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ. അതുപോലെ തന്നെ ഒരു ദുആയുണ്ട്, അത് ശ്രേഷ്ഠമായ ഒരു ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മുഹറം 9-നും 10-നും നമ്മൾ ഏറ്റവും കൂടുതലായി പറയേണ്ട ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തുടങ്ങിയ ഒരുപാട് 10 പ്രവാചകന്മാരെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ഒരു ദിവസമാണല്ലോ മുഹറം 10 ആശുറാഇന്റെ ദിവസം. അങ്ങനെ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടാൻ കാരണമാകുന്ന ആ ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ അതിപ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഒരുപാട് ശ്രേഷ്ഠതകളാണ്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദഅവതു ദിന്നൂൻ വഹുവ ഫീ ബത്നിൽ ഹൂതി ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലം യദ്ഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഖത്തു ഇല്ല ഇസ്തജാബ അല്ലാഹു ലഹു ഔ കമാ ഖാല റസൂലുള്ളാഹ്. നബി തങ്ങൾ പറയുകയാണ്, മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നപ്പോൾ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ പറഞ്ഞല്ലോ. ഒരു മുസ്ലിമായ മനുഷ്യൻ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടുപോയാൽ, എന്തെങ്കിലും ഒരു ദുഃഖം വന്നാൽ അവൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, അവൻ്റെ ദുആ വേഗത്തിൽ അല്ലാഹു തആല മറുപടി തരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞിട്ട് അവൻ ദുആ ചെയ്താൽ അവൻ്റെ ദുആ അല്ലാഹു വേഗത്തിൽ സ്വീകരിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ഹദീസ് കാണാം. ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞിട്ട് അവൻ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു
വേഗത്തിൽ ഖബൂൽ ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പഠിപ്പിക്കുകയാണ്, സ്വഹാബിമാരെ, സ്വഹാബാക്കളെ, ഞാൻ നിങ്ങൾക്കൊരു കെലിമത്ത്, ഒരു വാചകം ഞാൻ പഠിപ്പിച്ചു തരട്ടെ. ഒരാൾക്കൊരു ഹമ്മ്, വിഷമം വന്നാൽ, ഹുസ്ന്, ദുഃഖം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുടുക്കിൽ പെട്ടുപോയാൽ അവൻ ഈ ഒരു വാക്ജകം പറഞ്ഞാൽ, ഈ ഒരു കെലിമത്ത് പറഞ്ഞാൽ, ആ കെലിമത്ത് പറയുന്നതോടൊപ്പം അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. ഇതെൻ്റെ സഹോദരനായ മഹാനായ യൂനുസ് നബി മത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ ഇരുട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞ ഒരു ദിക്റാണ്. ഏതാണത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതാണ്. ഒരുപാട് കിതാബുകളിൽ ഈ ഒരു ദിക്റിൻ്റെ ശ്രേഷ്ഠത ഒരുപാട് കണ്ടു പറയുന്നുണ്ട്. വീണ്ടും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന് ഒരു ഇസ്മുണ്ട്, ഒരു പേരുണ്ട്. ആ ഇസ്മിനെ ആരെങ്കിലും മുൻനിർത്തിയിട്ട് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആക്ക് വേഗത്തിൽ ഉത്തരം തരുന്നതാണ്. അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, നബിയേ, എന്താണ് അള്ളാഹുവിൻ്റെ ആ ഒരു ഇസ്മ? ആ സമയത്ത് നബി തങ്ങൾ മറുപടി പറഞ്ഞത്, അത് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രത്യേകമായ ദുആയാണ്. ആ ഒരു ദുആ അത് യൂനുസ് നബിക്ക് മാത്രം പ്രത്യേകതയുള്ളതാണോ, അത് എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉള്ളതാണോ? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, യൂനുസ് നബിയാണ് ഇത് പറഞ്ഞതെങ്കിലും അത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും മഹാനവറുകൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവൻ്റെ വിഷമത്തിലോ സങ്കടത്തിലോ ഈ ദുആ പറഞ്ഞിട്ട് ഈ ഒരു വാചകം, ഈ ഒരു ദിക്ർ, ഈ ഒരു തസ്ബീഹ്, ഇതെല്ലാത്തിലും പെടുത്താം. ഇതൊരു തൗബയുടെ വചനമാണ്, ഇസ്തിഗ്ഫാറിൻ്റെ വചനമാണ്, ഇതൊരു ദുആയാണ്, ഇതൊരു ദിക്റാണ്, ഇതൊരു തസ്ബീഹാണ്, എല്ലാത്തിലും പെടുത്താൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ മുഹറം 9-ൻ്റെ 10-ൻ്റെ അതിലേക്ക് വരണ്ട, ഇപ്പോഴേ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് തുടങ്ങാം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കണ്ട് പറയുകയും നബിതങ്ങൾക്ക് പറയാൻ വളരെ ഇഷ്ടമുള്ളതുമായ ഒരു ദിക്റായിരുന്നു ഇത്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത, അല്ലാഹുവേ, ആരാധനക്കർഹൻ നീ അല്ലാതെ മറ്റാരുമില്ല. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, നിശ്ചയമായി ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. ഇതാണ് ആ ദുആഇൻ്റെ അർത്ഥം. വീണ്ടും മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ ദുആഇൻ്റെ ശ്രേഷ്ഠതകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഒരു രോഗിയായ മനുഷ്യൻ 40 പ്രാവശ്യം ഈ ദുആ ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ രോഗത്തിൽ വെച്ചവൻ ഈ 40 വട്ടം ഈ ദുആ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നവൻ ഓതിക്കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ രോഗങ്ങൾ അല്ലാഹു തആല മാറ്റിക്കൊടുക്കും. ഇനിയോ ആ രോഗത്തിൽ തന്നെ എങ്ങാനും അവൻ മരിക്കാൻ കാരണമായാൽ അവനിക്ക് ശുഹദാക്കളുടെ പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ കിതാബുകളിൽ എഴുതി വെക്കുന്നു, ചില ഉന്നതന്മാരായ മഹാന്മാർ അവർ മുത്തായ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. എന്നിട്ട് ചോദിച്ചു, നബിയേ, ഞങ്ങൾ ചെയ്യുന്ന ദുആകൾക്ക്, ഞങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനാ ദുആകൾക്ക് വേഗത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഉത്തരം കിട്ടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ആവശ്യമുണ്ടായാൽ, ഒരു ഹാജത്ത്, ഒരു ആവശ്യം നിറവേറ്റി കിട്ടാനുണ്ടെങ്കിൽ അവൻ വുളുവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിൻ്റെ അവസാനത്തെ സുജൂദിൽ 40 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നവൻ ഈ ഒരു ദുആ പറഞ്ഞിട്ട് അവൻ അറബിയിൽ ആ സുജൂദിൽ കിടന്ന് ദുആ ചെയ്താൽ അവൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഇനി അറബിയിൽ അറിയില്ലെങ്കിലും നമ്മൾ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് 40 വട്ടം സുജൂദിൽ കിടന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുക. അപ്പോൾ എന്താണ് ഈ നിസ്കാരത്തിന് നിയത്ത്? വെറുതെ മുത്തലക്കൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ഖിബ്ലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, പിന്നെ ഫാത്തിഹ ഓതുക, ഖുൽ യാ അയ്യുൽ കാഫിറൂൻ സൂറത്ത് ഓതുക, പിന്നെ റുകൂഉ സുജൂദ് എല്ലാം കഴിഞ്ഞ് 2ാമത്തെ റക്അത്ത് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക, പിന്നെ സുജൂദ് റുകൂഉ കഴിഞ്ഞ് അവസാനത്തെ സുജൂദിൽ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് നമ്മൾ 40 വട്ടം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? ദുആ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് നേട്ടങ്ങളുള്ള, ഒരുപാട് ത്വരീഖത്തിൻ്റെ, നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ശൈഖന്മാർ, അതുപോലെ തന്നെ
എന്താണ് ഒരുപാട് ത്വരീക്കത്തുകളുടെ നമുക്ക് വിശ്വാസയോഗ്യമായ ത്വരീക്കത്തുകളുടെ മഹത്തുക്കൾ ഷേഖന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാനായ ഷേഖ് അബ്ദുൽ ഖാദർ ജിലാനി തങ്ങളൊക്കെ പഠിപ്പിച്ച വലിയ ശ്രേഷ്ഠതയുള്ള ഒരു മനുഷ്യൻ സുബ്ഹി നമസ്കാരത്തിന് ശേഷം വുളൂഓട് കൂടിയിട്ട് 41 വട്ടം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് 40 ദിവസം തുടർച്ചയായിട്ട് പറഞ്ഞാൽ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ്. 41 വട്ടം 40 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുക എന്നാണ് മഹത്തുക്കൾ പറയുന്നത്. പിന്നെയോ ഈ ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ അത് ദിക്ർ അതിപ്പോൾ മുഹറം 9-നും 10-നും മാത്രമല്ല കേട്ടോ, എല്ലാ ദിവസവും ഓതാം, എല്ലാ ദിവസവും നമുക്ക് ഓതാം. അത് ഒരാൾ 1000 പ്രാവശ്യം നിത്യമായി അവൻ ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ റിസ്ക് അല്ലാഹു തആല വിശാലമാക്കും, ടെൻഷൻ മാറ്റും, ബുദ്ധിമുട്ടുകൾ മാറ്റും, നന്മയുടെ വാതിലുകൾ അല്ലാഹു തുറന്നു കൊടുക്കും, ശൈത്താന്റെ ഷർറിനെ തൊട്ടുള്ള കാവലുണ്ടാകും, മോശക്കാരനായ ഭരണാധികാരിയുടെ ഉപദ്രവത്തെ തൊട്ട് അല്ലാഹു തആല അവനെ കാൽക്കും. പിന്നെ അവനിക്ക് ഇഷ്ടമുള്ള ആഗ്രഹമുള്ളതെല്ലാം അല്ലാഹു അവനിക്ക് സഫലീകരിച്ചു കൊടുക്കും. ശത്രുക്കളുടെ ഉള്ളിൽ അവനെ പറ്റിയുള്ളൊരു ഭയം ഇട്ടുകൊടുക്കും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട് 1000 തവണ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ. പിന്നെയോ ഒരുപാട് നേട്ടങ്ങൾ മഹാന്മാരായ റിഫായി ത്വരീഖത്തിൻ്റെ ശൈഖന്മാർ ഇശാഇൻ്റെയും സുബഹിയുടെയും ഇടയിൽ ഈ ഒരു ദിക്ർ ഒരുപാട് വട്ടം ചൊല്ലാറുണ്ടായിരുന്നു. 100 വട്ടം, 200 വട്ടം, 313, 786, 1000, 1001, 4444 അങ്ങനെ പല എണ്ണത്തിലും മഹത്തുക്കളായ റിഫായി ത്വരീഖത്തിൻ്റെ ശൈഖന്മാരൊക്കെ ഈ ഒരു ദിക്ർ ചൊല്ലാറുണ്ട്. അപ്പം അതായത് നമ്മൾ ഒരുപാട് വട്ടം എത്രമാത്രം ചൊല്ലാൻ പറ്റുമോ അത്രമാത്രം ചൊല്ലുക. ഈ ഒരു ദിക്ർ വളരെ ഗൗരവപ്പെട്ട ഒരു ദിക്റാണ്. നമുക്ക് എന്തെങ്കിലും ഭാവിയിലേക്ക് നമുക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടാനുണ്ടെങ്കിൽ 1,24,000 പ്രാവശ്യം 7 ദിവസം കൊണ്ട് 1,24,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് വലിയ പാറ പോലത്തെ വിഷയങ്ങളാണെങ്കിലും അല്ലാഹു തആല അവനിക്കതെല്ലാം സാധിപ്പിച്ചു കൊടുക്കും എന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ്. ഒരു മനുഷ്യൻ ഇതെല്ലാം ചൊല്ലിയിട്ട് ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് യാസീനോ അതുപോലെ തന്നെ ഫാത്തിഹയോ ഓതിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹു അവൻ്റെ ദുആ സ്വീകരിക്കും. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റിനുണ്ട്. അപ്പോൾ ഈ ദിക്റിൻ്റെ ശ്രേഷ്ഠത ഇത്രയും ഞാൻ പറയാനുള്ള കാരണം നാളെ മുഹറം 9, പിന്നെ 10, 11 ദിവസങ്ങളൊക്കെ ഇനി വരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്റുണ്ടോ എന്ന് ചോദിക്കേണ്ട, ഇത് തന്നെയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, ദുആകൾ അധികരിപ്പിക്കുക, ഇപ്പം നമ്മൾ പറഞ്ഞ ദിക്ർ അധികരിപ്പിക്കുക. അതുപോലെ കുടുംബ ബന്ധം ചേർക്കുക, പിണങ്ങിയവരോടൊക്കെ ഇണങ്ങുക, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊന്നും പിണങ്ങിയവരോടൊക്കെ നമ്മൾ ഇണങ്ങാതെ നമ്മൾ ഈ ചെയ്ത അമലുകൾ കൊണ്ടൊന്നും ഒരു നേട്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പിണക്കുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് പിണക്കം തീർത്തിയേക്കാം, അവരിങ്ങോട്ട് പിണങ്ങട്ടെ, നമ്മളങ്ങോട്ട് പിണക്കം തീർത്തേക്കാം. നമ്മൾക്ക് ആരോടും വൈരാഗ്യമില്ല, ആരോടും ഒരു അസൂയമില്ല. അങ്ങനത്തെ ഒരു ഖൽബുൻ സലീം, ഒരു നല്ല ഹൃദയമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് രക്ഷയാണ്. അല്ലാഹു തആല നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിരവധി പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും അവരുടെയും ആരൊക്കെ നമ്മളോട് ദ്വാ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ വിഷമ സങ്കട പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കുമാറാവട്ടെ. എല്ലാ ഖൈറിൻ്റെ വാതിലുകളും അല്ലാഹു നമുക്ക് തുറന്നുതരുമാറാവട്ടെ. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതിവിശിഷ്ടമായ അമലുകളെല്ലാം അല്ലാഹു തആല നല്ല ഭംഗിയായി മനസ്സിന് റാഹത്താകുന്ന നിലയിൽ ചെയ്യാനുള്ള തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.